ബിഗ് ബോസ് 7ാം സീസണിനായി മോഹൻലാൽ വാങ്ങുന്ന പ്രതിഫലം എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? മിഴി ഫിലിംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വീഡിയോ ഭാഗത്ത് പരിശോധിക്കുന്നത് പല ഭാഷകളിൽ നടക്കുന്ന ബിഗ് ബോസിൽ ഓരോ താരങ്ങളും വാങ്ങുന്ന പ്രതിഫലം എത്രയാണെന്നാണ്. സൽമാൻ ഖാനും കമൽഹാസനും മുതൽ മോഹൻലാൽ വരെ വിവിധ ഭാഷകൾക്കായി ബിഗ് ബോസ് അവതാരകർ വാങ്ങുന്ന പ്രതിഫല കണക്കുകളാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഇന്ത്യയിലെ ഏറ്റവും പ്രിയപ്പെട്ട റിയാലിറ്റി ടെലിവിഷൻ ഷോകളിൽ ഒന്നാണ് ബിഗ് ബോസ്. 2006 ഹിന്ദിയിൽ ആരംഭിച്ച ഫ്രാഞ്ചൈസി ഇന്ന് കന്നഡ, തമിഴ്, തെലുങ്ക്, മറാഠി, മലയാളം എന്നിങ്ങനെ വിവിധ ഇന്ത്യൻ ഭാഷകളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. ഓരോ ഭാഷകളിലും അതാത് ഇൻഡസ്ട്രിയിലെ സൂപ്പർ താര പരിവേഷമുള്ള താരങ്ങളാണ് അവതാരകരായി എത്തുന്നത്. ഹിന്ദിയിൽ സൽമാൻ ഖാനും തമിഴിൽ കമൽഹാസനും, കന്നഡയിൽ കിച്ച സുദീപും, തെലുങ്കിൽ നാഗാർജുനയും, മലയാളത്തിൽ മോഹൻലാലുമാണ് അവതാരകരായി എത്തുന്നത്. ഓരോ ഭാഷയിലും ബിഗ് ബോസിനായി താരങ്ങൾ വാങ്ങുന്ന പ്രതിഫലം എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? ആദ്യമായിട്ട് നമുക്ക് ഹിന്ദിയിൽ സൽമാൻ ഖാൻ വാങ്ങുന്ന പ്രതിഫലം എത്രയാണെന്ന് നോക്കാം. ബിഗ് ബോസ് ഷോ അവതരിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരം സൽമാൻ ഖാൻ ആണ്. തുടക്കത്തിൽ സൽമാന്റെ ഒരാഴ്ചയിലെ പ്രതിഫലം 2.5 കോടി രൂപ എന്ന കണക്കിലായിരുന്നു. എന്നാൽ പിന്നീട് പ്രതിഫലം ക്രമാനുഗതമായി ഉയർന്നു. ബിഗ് ബോസിന്റെ കഴിഞ്ഞ സീസണിന് ഒരു എപ്പിസോഡിന് 43 കോടി എന്ന കണക്കിലാണ് സൽമാൻ പ്രതിഫലം ഈടാക്കിയതെന്നും റിപ്പോർട്ടുണ്ട്. ഏറ്റവും പുതിയ സീസണിന് വേണ്ടി സൽമാൻ ഖാൻ പ്രതിഫലമായി ആവശ്യപ്പെടുന്നത് ഏകദേശം 120-150 കോടി രൂപയാണെന്നാണ് റിപ്പോർട്ടുകൾ. അടുത്തത് മറാത്തി ബിഗ് ബോസ് ആണ്. മഹേഷ് മഞ്ജരേക്കറാണ് മറാത്തിയിൽ ബിഗ് ബോസിന്റെ അവതാരകനായി എത്തുന്നത്. ബിഗ് ബോസ് മറാത്തി 3 ഹോസ്റ്റ് ചെയ്യുന്നതിന് മഹേഷ് മഞ്ജരേക്കർ ഒരു എപ്പിസോഡിന് 25 ലക്ഷം രൂപ വാങ്ങിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു സീസണിന് 3.5 കോടി രൂപയാണ് മഹേഷ് പ്രതിഫലമായി കൈപ്പറ്റുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. അടുത്തത് നാഗാർജുന. 12 ലക്ഷം രൂപ ഒരു എപ്പിസോഡിന് എന്ന കണക്കിൽ ഏതാണ്ട് 12 കോടി രൂപയാണ് ബിഗ് ബോസ് തെലുങ്ക് 2022 നാഗാർജുന പ്രതിഫലം വാങ്ങിയത്. അതേസമയം ബിഗ് ബോസ് 6ാം സീസൺ ആതിഥേയത്വം വഹിച്ചതിന് 15 കോടി രൂപ പ്രതിഫലം വാങ്ങിയതായി റിപ്പോർട്ടുകളുണ്ട്. അടുത്തത് കിച്ച സുദീപ്. ഹിന്ദി പതിപ്പിന്റെ വിജയത്തെ തുടർന്നാണ് ബിഗ് ബോസ് കന്നഡയിലും ആരംഭിക്കുന്നത്. 2013 കന്നഡ ബിഗ് ബോസ് സംപ്രേഷണം ചെയ്തു തുടങ്ങിയത്. കന്നഡ ബിഗ് ബോസിന്റെ ഇതുവരെയുള്ള 11 സീസണുകളുടെയും അവതാരകൻ കിച്ച സുദീപാണ്. 2015 കളേഴ്സ് ചാനലുമായി ഉണ്ടാക്കിയ കരാറിൽ കിച്ച സുദീപിന്റെ പ്രതിഫലം 20 കോടി രൂപയായിരുന്നു. അടുത്തതായിട്ട് കമൽഹാസൻ. തമിഴ് ബിഗ് ബോസിന്റെ ശ്രദ്ധേയമുഖം കമൽഹാസനാണ്. ഷോയുടെ 7ാം സീസണ് കമൽഹാസൻ വാങ്ങിയ പ്രതിഫലം വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു. ബിഗ് ബോസ് തമിഴിന്റെ 7ാം സീസണിൽ 130 കോടി രൂപയാണ് കമൽഹാസൻ തന്റെ പ്രതിഫലമായി ആവശ്യപ്പെട്ടത്. അടുത്തത് വിജയ് സേതുപതി. ബിഗ് ബോസ് തമിഴിന്റെ 8ാം സീസണിൽ അവതാരകനായി എത്തിയത് വിജയ് സേതുപതിയായിരുന്നു. 60 കോടിയാണ് വിജയ് സേതുപതി പ്രതിഫലമായി ഈടാക്കിയത് എന്നാണ് റിപ്പോർട്ടുകൾ. അടുത്തത് മോഹൻലാൽ. 2018 മലയാളം ബിഗ് ബോസ് ആരംഭിക്കുന്നത്. ആദ്യം മുതൽ ഇതുവരെയുള്ള എല്ലാ സീസണിലും മോഹൻലാൽ തന്നെയാണ് അവതാരകനായി എത്തിയത്. ആദ്യ സീസണിൽ 12 കോടി രൂപയാണ് താരത്തിന് ലഭിച്ചത്. തുടർന്നു വന്ന സീസണിൽ പ്രതിഫലം 18 കോടിയായി ഉയർത്തിയെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ബിഗ് ബോസ് മലയാളം 7ാം സീസണിൽ 24 കോടിയാണ് മോഹൻലാലിന്റെ പ്രതിഫലമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബിഗ് ബോസിനെ പറ്റിയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങൾ ബിഗ് ബോസ് കാണുന്ന ഒരു പ്രേക്ഷകനാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ എല്ലാവരും മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു.